ഹായ് ഫ്രണ്ട്സ്, ടെക് ട്രിക്സ് കൗണ്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഫോണിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാൻ പഠിക്കാം. എങ്ങനെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യുന്നത് എന്ന് നമുക്ക് പഠിക്കാം. പുതിയ യൂട്യൂബേഴ്സ് എല്ലാം കയ്യിലുള്ള ഫോണിൽ തന്നെ റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവരവരുടെ ഫോണിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫോണിൽ തന്നെ ടെക് ടിപ്സൊക്കെ കാണിക്കേണ്ടി വരില്ലേ. ഇപ്പോൾ അവർ എങ്ങനെയാണ് സെറ്റിങ്സ് ഫോണിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ്, ഏത് വഴി എങ്ങനെ പോയിട്ടാണ്, അത് ഏത് ആപ്പിൽ കയറിയിട്ടാണ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കാണിക്കണമെങ്കിൽ അവർക്ക് ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ടെക് ടിപ്സൊക്കെ കാണിക്കേണ്ടി വരില്ല അവർക്ക്. കൂടുതലായിട്ട് ടെക് ടിപ്സൊക്കെ കാണിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് സ്ക്രീൻ റെക്കോർഡിംഗ് ആയിരിക്കും. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനൊക്കെ അറിയാത്തൊരു കാര്യമായിരിക്കും ഇത്. നമ്മുടെ എല്ലാം ഫോണിൽ ഓൾറെഡി ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. എങ്കിലും അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ നമുക്കെല്ലാം ആവശ്യമായിട്ട് വരിക. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെ ആൻഡ്രോയിഡ് ഫോണുകളിലും ക്യാമറ ഉണ്ടായിരിക്കും. എന്നാലും നമ്മളിപ്പോൾ അതിനേക്കാൾ നല്ല പിക്സ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ വേറെ ക്യാമറ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യൂല. അതുപോലെ തന്നെയാണ് സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബെറ്ററായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്ഷൻ നമ്മുടെ ഫോണിൽ ഇല്ല വെച്ചാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്ഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എൻ്റെ കയ്യിലുള്ളത് AZ സ്ക്രീൻ റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷനാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും ആദ്യം യൂട്യൂബിൽ ചാനലിടുന്ന സമയത്ത് എനിക്കും ഉണ്ടായ ഒരു സംശയമാണ് എങ്ങനെ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാമെന്നുള്ളത്. അതുപോലെ എന്നെ പോലെ അറിയാത്തവർക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അറിയുന്നവരും ഉണ്ടായിരിക്കാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. എനിക്കറിയുന്ന ഒരു അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്ന് മാത്രം. അപ്പോൾ അറിയാത്തവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഉപകാരപ്പെടുന്ന എല്ലാ കൂട്ടുകാരും മറ്റുള്ളവരിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ട് ഇതിൽ കാണാൻ സാധിക്കും AZ സ്ക്രീൻ റെക്കോർഡർ AZ. ഓക്കെ, ദെൻ ഇപ്പം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണിത്. അതുകൊണ്ട് ഇതിൽ ഓപ്പൺ എന്ന ഓപ്ഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് അവർ ചോദിക്കും. അപ്പോൾ അതിലൊക്കെ അലോ കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ദെൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ എനിക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ. ഇപ്പം ഞാൻ ഓൾറെഡി ഒരു ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ. അതാണിപ്പോൾ ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഓൾറെഡി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് താഴെയായിട്ട് കാണിക്കുന്നത്, കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ടൈം കൗണ്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ സെറ്റിങ്സിൽ അതുപോലെ മുന്നേ ചെയ്തത് അങ്ങനെയുള്ള ഓപ്ഷൻസാണ് ഇതിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒരു സിമ്പിളായിട്ടൊരു എങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം, അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡിങ് ഇപ്പോൾ ഇതാ കാണുന്നുണ്ട്. ഒരു ചുവപ്പ് ഇതിലായിട്ട് സ്ക്രീൻ റെക്കോർഡ്, അതിൻ്റെ മുകളിൽ പോസ് ചെയ്യാൻ സേവ് ചെയ്യാൻ ഒക്കെ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്. കൗണ്ട് ചെയ്തുകൊണ്ട് കാണിക്കുന്നുണ്ടല്ലോ, ഇതാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതിന് എല്ലാവർക്കും ബൈ.